Hi all, this is Abhay from Propwise. 2024-ൽ CUET PG, IIT JAM, TISNET മുതലായ PG എൻട്രൻസ് എക്സാം ടാർഗറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കായി Propwise സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ന്യൂ സെഷൻ. അപ്പോൾ ഇന്ന് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് CUET PG 2023 ക്വാണ്ടിറ്റേറ്റീവ് അബിലിറ്റിയിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2 fair dice are thrown. അപ്പൊ രണ്ട് ഡൈസ് എന്ത് ചെയ്യാണ്? ജസ്റ്റ് ത്രോ ചെയ്യാണ്. The probability that the number of times the first dice exceeds 3 and the second dice exceeds 4 will be. അപ്പോ രണ്ട് കേസസ് ആണ് നമ്മൾ പറയുന്നത്. രണ്ട് ഡൈസ് എന്ത് ചെയ്യാണ്? ജസ്റ്റ് റാൻഡംലി ത്രോ ചെയ്യാണ്. അപ്പോ പ്രോബബിലിറ്റി ഫസ്റ്റ് ചോദിക്കുന്നത് എക്സീഡ്സ് 3 എന്നുള്ളതാണ്. അപ്പൊ നമുക്കൊരു ഡൈസ് ത്രോ ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്ക് ഏതൊക്കെ പോസിബിലിറ്റീസ് ആണുള്ളത്? ഒന്നിക്കെ 1 വരാം, 2 വരാം, 3 വരാം, 4 വരാം, 5 വരാം, അല്ലെങ്കിൽ 6 വരെ വരാം. 6 സ്പേസസ് ആണ് ഒരു ഡൈസിനുള്ളത്. അങ്ങനെയാണെങ്കിൽ 6 വരെയുള്ള പോസിബിലിറ്റീസ് തീർച്ചയായിട്ടും അവിടെയുണ്ട്. അപ്പൊ ഫസ്റ്റത്തെ ഒരു ഡൈസിന്റെ കേസ് പറയുന്നത് 3ക്ക് എക്സീഡ് ചെയ്യാനുള്ള, അതായത് 4, 5, 6 ആണല്ലോ തീർച്ചയായിട്ടും 3നേക്കാളും എക്സീഡ് ചെയ്യാന്ന് പറയുമ്പോൾ അത് വരാനുള്ള പ്രോബിലിറ്റി എത്രയാണ്? തീർച്ചയായിട്ടും ടോട്ടൽ 6 കേസസ് ആണുള്ളത്. അതിൽ 3 എണ്ണം എന്ത് ചെയ്യും? 3നേക്കാളും എക്സീഡ് ചെയ്തിട്ട് വരും. അപ്പൊ 3/6 ആണ് ഫസ്റ്റ് ഡൈസിന്റെ കേസ്. ഇൻറ്റു ഇനി രണ്ടാമത്തെ കേസ് എന്താ പറയുന്നത്? 4നേക്കാളും എക്സീഡ് ചെയ്യാൻ, അല്ലെ, എക്സീഡ്സ് 4 എന്നാണ് പറയുന്നത്. ആ രീതിയിൽ വരുന്ന സമയത്ത് ഇവിടെ 5 അല്ലെങ്കിൽ 6 ആവാനുള്ള പോസിബിലിറ്റി മാത്രമേ ഉള്ളൂ. അപ്പൊ രണ്ടാമത്തെ കേസിലും അവിടെ നമ്പർ ഓഫ് ഔട്ട്കംസ് എന്താണ്? തീർച്ചയായിട്ടും 6 തന്നെയാണ്. ഓക്കെ, അവിടെ എത്ര 4ന് മുകളിൽ വരും അല്ലെങ്കിൽ എക്സീഡ് 4 വരും? 2 ആണ്. അപ്പോ 3/6 ഇൻറ്റു 2/6 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. 3 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 6 ആണ്. അതുപോലെ തന്നെ 6 ഇൻറ്റു 6 36 ആണ്. 6/36 1/6 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ദി ആവറേജ് ഓഫ് 11 നമ്പർ ഈസ് 52. അപ്പൊ ഒരു 11 നമ്പറുകളുടെ ആവറേജ് എന്ന് പറയുന്നത് 52 ആണ്. ഓക്കെ ആണല്ലോ, 11 നമ്പറുകളുടെ ആവറേജ് 52 ആണ്. ദി ആവറേജ് ഓഫ് ഫസ്റ്റ് 6 നമ്പർ ഈസ് 55. അതിൽ ആദ്യത്തെ 6 നമ്പേഴ്സിന്റെ ആവറേജ് എന്ന് പറയുന്നത് എത്രയാണ്? 55 ആണ്. അതുപോലെ തന്നെ ആവറേജ് ഓഫ് ലാസ്റ്റ് 6 നമ്പേഴ്സ് ഈസ് 49. ലാസ്റ്റത്തെ 6 നമ്പറുകളുടെ ആവറേജ് എന്ന് പറയുന്നത് 49 ആണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ആറാമത്തെ നമ്പർ ഏതായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ നോക്കാം, ഇവിടെ 6ഉം അതുപോലെ തന്നെ ഇവിടെ 6 ഉണ്ട്. അപ്പൊ ടോട്ടൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് 12 വരേണ്ടതാണ്. പക്ഷെ നമുക്ക് ഇവിടെ എത്ര ഉള്ളൂ? 11 നമ്പർ ഉള്ളൂ. ദാറ്റ് മീൻസ് ഒരു നമ്പറിനെ, അതായത് ആറാമത്തെ നമ്പർ നമ്മൾ ഇവിടെയും ആഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഇവിടെയും ആവറേജ് എടുക്കുന്ന സമയത്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ടോട്ടൽ സം നമ്മൾ നോക്കുകയാണ്. ടോട്ടൽ സം 11 ഇൻറ്റു 52 ആണ് ടോട്ടൽ സം, എല്ലാവരുടെയും കൂടി ആവറേജ് വരിക. അങ്ങനെയാണെങ്കിൽ 11 ഇൻറ്റു 52 എത്ര വരിക? 10 ഇൻറ്റു 52 520 ആണ്. അപ്പൊ അതിലേക്ക് ഒരു 52 കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് ഓൾമോസ്റ്റ് 572 വരും. ഓക്കെ, 6 ഇൻറ്റു 55 നോക്കുക. 6 ഇൻറ്റു 50 എന്ന് പറയുന്നത് 300 ആണ്. അതുപോലെ തന്നെ 6 ഇൻറ്റു 5 30 ആണ്. അപ്പൊ ടോട്ടല് 330 വരും. നെക്സ്റ്റ് 6 ഇൻറ്റു 49 ആണ് ചോദിക്കുന്നത്. ഓക്കെ, 6 ഇൻറ്റു 50 എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എത്രയാണ്? 6 ഇൻറ്റു 50 എന്ന് പറയുമ്പോൾ 300 ആണ്. 300ൽ നിന്ന് ജസ്റ്റ് എന്ത് ചെയ്യാം? 6 കൊടുക്കുക. ദാറ്റ് മീൻസ് 294 ആണ്. അപ്പൊ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ഈ 330ലേക്ക് എന്ത് ചെയ്യാ? 294 ആഡ് ചെയ്യാം. -572 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആറാമത്തെ ആളുടെ നമ്പർ എത്രയാണോ, അല്ലെങ്കിൽ അദ്ദേഹം ആ ഒരു വാല്യൂ എത്രയാണോ അത് നമുക്ക് എന്ത് ചെയ്യും? ജസ്റ്റ് കിട്ടും. ഓക്കെ, അപ്പോ നമ്മളിവിടെ എടുക്കുന്ന ലോജിക്ക് എന്താണെന്ന് വെച്ചാൽ ഈ 330ലും അതുപോലെ തന്നെ 294ലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു ആറാമത്തെ ആൾ ആഡ് ചെയ്യുന്നുണ്ട്. 2 തവണ നമ്മൾ ആറാമത്തെ ആൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോ അതിൽ നിന്ന് ഈ ടോട്ടൽ സം മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? ആറാമത്തെ ആളുടെ വാല്യൂ മാത്രം ബാക്കിയായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 300 പ്ലസ് 200 എത്രയാണ് വരിക? 500 ആണ്. ഓക്കെ, 590 590ഉം 620 624 മൈനസ് 572 ആണ്. അപ്പൊ ഈ രണ്ട് ടേംസ് മൈനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 24 പ്ലസ് 28 ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ കിട്ടും. ഇവിടെ 2 വന്നു, ഇവിടെ 1 വന്നു, ഇവിടെ 2 വന്നു, ഇവിടെ 1 വന്നു. ദാറ്റ് മീൻസ് 52 ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. ആണല്ലോ ആവറേജ് റിലേറ്റ് ചെയ്തിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ഇഫ് ദ ഇക്വേഷൻ 3x² minus 10x plus 2p is equal to 0, ഒരു സെക്കൻഡ് ഡിഗ്രി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. ഹാസ് ഈക്വൽ റൂട്ട്സ് ദെൻ ദി വാല്യൂ ഓഫ് p. അപ്പൊ ഈ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നോക്കിക്കോ. 3x² minus 10x plus 2p is equal to 0 എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷന് ഈക്വൽ റൂട്ട്സ് ആണ്. അതായത് നോർമലി നമ്മൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് എക്സിന് 2 വാല്യൂ കിട്ടാറുണ്ട്, അല്ലെ? അങ്ങനെയാണെങ്കിൽ ഇവിടെ പറയുന്നത് ആ 2 വാല്യൂസും ഈക്വൽ ആണ്. അതാണ് ഈക്വൽ റൂട്ട്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈക്വൽ റൂട്ട് വരുന്ന കേസിലൊക്കെ എന്തായിരിക്കും? b² minus 4ac ഈക്വൽ ടു എന്തായിരിക്കും? 0 ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ആയിട്ട് നോക്കാം. നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സിന്റെ വാല്യൂ കണ്ടെത്താണ് നമ്മുടെ ഇക്വേഷൻ. x is equal to -b plus or minus root of b² minus 4ac divided by 2a. ഇതാണല്ലോ നമ്മൾ ഇക്വേഷൻ. അപ്പൊ ഇവിടെ നോക്കാം, ഇവിടെ പ്ലസ് ഓർ മൈനസ് ഇവിടെയുള്ള ഈ ഒരു ടേമിനാണ് നമ്മൾ തീർച്ചയായിട്ടും ചെയ്യുക. അപ്പൊ അവിടെ ഒരു
സീറോ അല്ലാത്തൊരു ടേം വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ മൈനസ് ബി പ്ലസ് ആ ഒരു ടേം വരും, അതുപോലെ തന്നെ മൈനസ് ബി മൈനസ് ആ ഒരു ടേം വരും. ഇനിയിപ്പോ സീറോ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും അവിടെ മൈനസ് വന്നാലും പ്ലസ് വന്നാലും നമുക്ക് ഒരൊറ്റ വാല്യൂ മാത്രമേ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ബി സ്ക്വയർ മൈനസ് 4ac = 0 ആണ് ഈക്വൽ റൂട്ടിന്റെ കേസിൽ എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ബി എന്താണ് വരുന്നത്, -10 ആണ് വരുന്നത്. അപ്പൊ -10ന്റെ സ്ക്വയർ 100 ആണ്. 100 മൈനസ് 4 ഇൻറ്റു എ എത്രയാണ്, 3 ആണ്, ഇൻറ്റു സി എത്രയാണ്, സി 2p ആണ്. ഓക്കെ, = 0. അങ്ങനെയാണെങ്കിൽ 100 മൈനസ് 4 ഇൻറ്റു 3 12 ആണ്. 12 ഇൻറ്റു 2 24 ആണ്. 24p = 0. അങ്ങനെയാണെങ്കിൽ 24p = 100. p = 100 ഡിവൈഡഡ് ബൈ 24 എന്ന് വരും. ദാറ്റ് മീൻസ് ഇവിടെ നമുക്ക് 4 കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ 25 വരും ഡിവൈഡ് ബൈ 6. 25 ഡിവൈഡ് ബൈ 6 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇഫ് എ certain sum invested on compound interest become 3 times in 4 years. ഇപ്പൊ പറയുന്ന കാര്യത്തിലേ ഉള്ളൂ, ഒരു certain sum എന്ത് ചെയ്യാണ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോ അത് 4 വർഷം കൊണ്ട് എന്ത് ചെയ്യാണ്, ആ ഒരു സമ്മിന്റെ 3 ഇരട്ടിയായിട്ട് അത് എന്ത് ചെയ്യാണ്, വളരാണ്. അങ്ങനെയാണെങ്കിൽ then the number of years in which this sum will become 27 times at the same rate of interest. ഈ ഒരു സെയിം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റില് ആ ഒരു സമ്മ് 27 ടൈംസ് ആവണമെന്നുണ്ടെങ്കിൽ, അതായത് പ്രിൻസിപ്പലിന്റെ 27 ഇരട്ടി നിങ്ങളുടെ എമൗണ്ട് ആവണമെന്നുണ്ടെങ്കിൽ എത്ര വർഷം എടുക്കും എന്നുള്ളതാണ് ചോദിക്കുന്നത്. വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇക്വേഷൻ എഴുതാം. p into 1 plus r by 100 all raised to എത്ര ഇയേഴ്സ് കൊണ്ടാണ്, 4 ഇയേഴ്സ് കൊണ്ടാണ്, all raised to 4 ഈസ് ഈക്വൽ ടു ഇവിടെ എത്രയാണെന്നാ പറയുന്നത്, 3 times itself എന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് 3p എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും അല്ലെ. അങ്ങനെയാണെങ്കിൽ p നെയും അതുപോലെ തന്നെ p നെയും ഞാൻ കട്ട് ചെയ്തു. 1 plus r by 100 all raised to 4 is equal to 3. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് നോക്കിക്കോ, നമുക്ക് നെക്സ്റ്റ് കാണാനുള്ളത് p into 1 plus r by 100 whole raised to n is equal to എത്ര ടൈംസ് ആണ്, 27p ആണ്. 27p യിലേക്ക് നമുക്ക് എത്തിക്കണം. അവിടെ നമുക്ക് n ന്റെ വാല്യൂ ആണ് കണ്ടെത്തേണ്ടതായിട്ടുള്ളത്. p യും ഞാൻ എന്ത് ചെയ്യാണ്, ജസ്റ്റ് ക്രോസ് ചെയ്യാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കോ, 1 plus r divided by 100 whole raised to n is equal to ഇവിടെ നമുക്ക് 27നെ 3 cube എന്ന് പറഞ്ഞൂടെ, 3 cube എന്ന് ഞാൻ പറയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം 3 is equal to എന്താണ്, 1 plus r by 100 whole raised to n ആണ്. ഞാൻ ജസ്റ്റ് നോക്കിക്കോ, 1 plus r by 100 whole raised to n is equal to 3 എന്ന് പറയുന്നത് 1 plus r by 100 whole raised to 4. വീണ്ടും എന്താണ്, whole raised to ഒരു 3 കൂടി ഇവിടെ ബാക്കിയുണ്ട്. അപ്പൊ ജസ്റ്റ് നോക്കിക്കോ, ഇവിടെ 4 into 3 എന്ന് പറയുമ്പോൾ എന്താണ്, 1 plus r by 100 whole raised to 4 into 3 12 ആണ്. അപ്പൊ n is equal to 12 എന്നുള്ള ഒരു വാല്യൂയിലേക്ക് നമുക്ക് കിട്ടിയല്ലോ. കാരണം ഇവിടെ ബേസ് വാല്യൂ രണ്ടും ഈക്വൽ ആണ്. ആ രീതിയിൽ നോക്കുന്ന സമയത്ത് n is equal to 12 എന്നുള്ള ഒരു വാല്യൂയിലേക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് എത്തി. അപ്പോ ജസ്റ്റ് ലോജിക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. ഇങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ പോവാണ്. 10 cards numbered 1 to 10 are placed in a box and 1 card is drawn randomly. അപ്പൊ 1 മുതൽ 10 വരെ നമ്പർ ചെയ്തിട്ടുള്ള 10 കാർഡ്സ് എന്ത് ചെയ്യാണ്, ജസ്റ്റ് വെച്ചേക്കാണ്. നമ്മൾ അതിന് എന്താണ്, റാൻഡംലി ഒരു കാർഡ് ജസ്റ്റ് വലിക്കാണ്. അങ്ങനെയാണെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് നോൺ ദാറ്റ് ദ നമ്പർ ഓൺ കാർഡ് ഈസ് മോർ ദാൻ 2. അപ്പൊ നമുക്ക് ഓൾറെഡി അറിയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ വലിച്ചിട്ടുള്ള കാർഡ് എന്ന് പറയുന്നത് അതിലുള്ള നമ്പർ എന്തായാലും 2നെക്കാളും കൂടുതലാണെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ പോസിബിലിറ്റി, 3 മുതൽ 10 വരെ ആവും അല്ലെ. 8 പോസിബിലിറ്റീസ് ആണുള്ളത്. 1 ആവാൻ പറ്റില്ല, അതുപോലെ തന്നെ എന്തും ആവാൻ പറ്റില്ല, 2 ആവാൻ വേണ്ടി പറ്റൂല. അങ്ങനെയാണെങ്കിൽ ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് ആൻ ഓഡ് നമ്പർ, അതൊരു ഓഡ് നമ്പർ ആവാനുള്ള പ്രോബബിലിറ്റി എത്രത്തോളാണെന്ന്. 3 മുതൽ 10 വരെ ഏതൊക്കെ ഓഡ് നമ്പേഴ്സ് ആണുള്ളത്, 3 ഒരു ഓഡ് നമ്പർ ആണ് അല്ലെ, 5 ഒരു ഓഡ് നമ്പർ ആണ്, അതുപോലെ തന്നെ 7 ഒരു ഓഡ് നമ്പർ ആണ്, അതുപോലെ തന്നെ 9 ഒരു ഓഡ് നമ്പർ ആണ്. അപ്പൊ ആ രീതിയിൽ നോക്കുന്ന സമയത്ത് 8 എണ്ണത്തില് 4 എണ്ണം എന്തായിട്ട് വരുന്നുണ്ട്, ഓഡ് നമ്പേഴ്സ് ആയിട്ട് വരുന്നുണ്ട്. ദാറ്റ് മീൻസ് 4/8 is equal to 1/2 ആണ് അവിടുത്തെ പ്രോബബിലിറ്റി എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അവിടെ എന്ത് ചെയ്യരുത്, ടോട്ടൽ ഔട്ട്കംസ് 10 എടുക്കരുത്. കാരണം നമുക്ക് നോൺ ആയിട്ടുള്ള ഒരു ഫാക്ടർ അവിടെ ഉണ്ട്. എന്താണ്, നമ്മൾ എടുക്കുന്ന ആ ഒരു കാർഡിന്റെ നമ്പർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും 2നെക്കാളും മുകളിലാണ് എന്നുള്ള കാര്യം നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്. അപ്പൊ ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോവാം. ഇൻ എ ക്ലാസ് ഓഫ് 25 സ്റ്റുഡൻസ്, അപ്പോൾ ഒരു ക്ലാസ്സിൽ 25 കുട്ടികളാണുള്ളത്. 72% ഓഫ് സ്റ്റുഡൻസ് ആർ ഇൻട്രസ്റ്റഡ് ഇൻ സ്പോർട്സ്. 72% കുട്ടികളും എന്താണ്, സ്പോർട്സിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവരാണ്. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി സ്റ്റുഡൻസ് ഡു നോട്ട് ലൈക്ക് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ സ്പോർട്സ്. സ്പോർട്സിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്ത കുട്ടികളുടെ പെർസെന്റേജ് അല്ല, എണ്ണമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം ഇവിടെ 72% കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ബാക്കി 100 - 72 28% കുട്ടികൾക്കും എന്തുണ്ടാവില്ല, ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. നമുക്ക് എന്ത് ചെയ്താൽ മതി, 25ന്റെ 28% കണ്ടാൽ മതി. 25ന്റെ 28% കണ്ടാൽ മതി. അങ്ങനെയാണെങ്കിൽ 100ഉം 25 ഞാൻ കട്ട് ചെയ്തു, 4. ഓക്കെ, 28 ഡിവൈഡ് ബൈ 4 എന്ന് പറയുമ്പോൾ 7 ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. ആണല്ലോ ഓപ്ഷൻ 3. വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. എ കാൻഡിഡേറ്റ് ഹു ഗെറ്റ്സ് 20% മാർക്ക്
fails by 10 മാർക്ക്. ഓക്കെ, അപ്പൊ ഒരു കാൻഡിഡേറ്റിന് 20% മാർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോ ഒരു പാസ് മാർക്കിൽ നിന്ന് എത്ര കുറവാണ്? പാസ് മാർക്കിൽ നിന്ന് 10 മാർക്ക് കുറവാണ് അദ്ദേഹത്തിന്, അല്ലെങ്കിൽ 10 മാർക്കിന് ഫെയിൽ ആയി. ഓക്കെ, രണ്ടാമത്തെ പറയുന്നത് another candidate who gets 42% mark get 12 mark extra more than the minimum passing mark. അപ്പൊ രണ്ടാമത്തെ ഒരു കാൻഡിഡേറ്റിന് അവർക്ക് 42% മാർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ മാർക്ക് വൈസ് നോക്കുകയാണെങ്കിൽ മിനിമം പാസ് മാർക്കിനേക്കാളും ഒരു 12 മാർക്ക് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? എക്സ്ട്രാ നേടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദി മാക്സിമം മാർക്ക് ഓഫ് ദി ടെസ്റ്റ്. ആ ഒരു ടെസ്റ്റിലെ മാക്സിമം മാർക്ക് എത്രയായിരിക്കും എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പൊ ഞാൻ കൺസിഡർ ചെയ്യുന്ന രീതി ഉണ്ടോ? നമുക്കറിയാം 20% എന്ന് പറയുമ്പോൾ എന്താണ്? 20 divided by 100 എന്നാണ് 20% നമ്മൾ കൺസിഡർ ചെയ്യുക. ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു എക്സാമിലെ ടോട്ടൽ മാർക്കാണ് ഞാൻ പറയുന്നത് എക്സ് എന്ന് പറയുന്നത്. പ്ലസ് 10 മാർക്ക് ഈസ് ഈക്വൽ ടു എന്താണ്? 42% ഓഫ് എക്സ് മൈനസ് 12. ഓക്കെ, ഇത് രണ്ടും ഇപ്പൊ എന്താണ്? രണ്ടും ഈക്വൽ ആണ്. എന്തുകൊണ്ട്? രണ്ടും ഞാൻ ഡിനോട്ട് ചെയ്യുന്നത് പാസ് മാർക്കിനെയാണ്. അതായത് 20%, ടോട്ടൽ മാർക്കിന്റെ 20% പ്ലസ് 10 ആണ് എന്ത് പറയുന്നത്? പാസ് മാർക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 42% നിന്ന് 12 മാർക്ക് കുറച്ചാലും പാസ് മാർക്കാണ്. രണ്ടും ഈക്വൽ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഞാൻ എന്ത് ചെയ്യാണ്? വോൾ ഇക്വേഷനെ 100 കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യാണ് വോൾ ഇക്വേഷനെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ 100 കട്ടായി പോകും, താഴെയുള്ള 100ഉം. ഇവിടെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നോക്കാം, 20x പ്ലസ് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ എന്ത് വരും? 1000 വരും. ഈക്വൽ ടു 42x മൈനസ് ഇവിടെ എന്താവും? 1200 ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാണ്? ജസ്റ്റ് ഈ 1200 ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാണ്. അപ്പൊ ഇവിടെ ഓൾമോസ്റ്റ് 2200 ആവും. ഈസ് ഈക്വൽ ടു ഇവിടെ 20x 42x നിന്ന് മൈനസ് ചെയ്യുക, ദാറ്റ് മീൻസ് 22x ആവും. അങ്ങനെയാണെങ്കിൽ x ഈസ് ഈക്വൽ ടു 2200 ഡിവൈഡ് ബൈ 22 ഈക്വൽ ടു 100 വരും. ടോട്ടൽ മാർക്ക് എത്രയാണ്? അല്ലെങ്കിൽ മാക്സിമം മാർക്ക് എത്രയാണ്? 100 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോവാണ്. എ സെർട്ടൈൻ സം ഫെച്ച്ഡ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഓഫ് 3200 at the rate of 6.25 per annum in 4 years. What is the sum? അപ്പോ ജസ്റ്റ് നോക്കിക്കോ, ഇവിടെ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ കേസാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പി പ്രിൻസിപ്പൽ എമൗണ്ട് നമുക്കറിയില്ല. n എത്രയാണ്? n 4 years ആണ്. ഇൻറ്റു ആ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 6.25 ആണ്. ഡിവൈഡഡ് ബൈ 100 ഈസ് ഈക്വൽ ടു, നമുക്കറിയാം സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ പലിശ മാത്രമാണ്. നമ്മൾ പ്രിൻസിപ്പൽ ചെയ്ത അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് തീർച്ചയായിട്ടും ഇക്വേഷനിൽ വരില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയി കാര്യങ്ങൾ, കാരണം നമുക്ക് ഓൾറെഡി ഇവിടെ പലിശ മാത്രമേ തന്നിട്ടുള്ളൂ. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം 3200. അങ്ങനെയാണെങ്കിൽ 4 × 6.25 എന്ന് പറയുന്നത് എത്രയാണ്? 25 ആണ് അല്ലെ? 25p ഡിവൈഡഡ് ബൈ 100 ഇസ് ഈക്വൽ ടു 3200. ഓക്കെ, 25ഉം അതുപോലെ തന്നെ 100 ഞാൻ കട്ട് ചെയ്യാണ്. 4 വന്നു. p ഇസ് ഈക്വൽ ടു 4 × 3200 അല്ലെ? 3200 × 4 എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് എത്ര വരും? 32 × 2 64, 4 ഇരട്ടി 128 ആണ്. 128.00. ഓക്കെ, ഇതാണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. രീതിയിൽ നോക്കുമ്പോൾ ഓപ്ഷൻ 2 ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോവാണ്. ഇഫ് എ മാൻ ഇൻക്രീസസ് ഹിസ് സ്പീഡ് ടു 9/5 ടൈംസ് ഹിസ് യൂഷ്വൽ സ്പീഡ്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് അദ്ദേഹം നോർമലി ഒരു സ്പീഡിലാണ് സാധാരണ എന്നും നടന്നു പോലെ. ഒരു ദിവസം എന്ത് ചെയ്യാണ്? അദ്ദേഹത്തിന്റെ സ്പീഡ് 9/5 ഓഫ് യൂഷ്വൽ സ്പീഡ് ആക്കിയിട്ട്, അതായത് നോർമലി പോകുന്നതിന്റെ 9/5 ആക്കിയിട്ട് അദ്ദേഹം ഇൻക്രീസ് ചെയ്യാണ് അല്ലെ? അപ്പോ തീർച്ചയായിട്ടും 9/5 എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? ന്യൂമറേറ്റർ ആണ് വലിയ വാല്യൂ. അങ്ങനെ പറയുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാം അവിടെ യൂഷ്വൽ സ്പീഡിനേക്കാളും അദ്ദേഹം സ്പീഡ് കൂട്ടാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, he reaches his office 24 minutes before the office time. അപ്പൊ നോർമലി അദ്ദേഹം ഓഫീസ് ടൈമിലാണ് എത്തിയിരുന്നത്. ഇന്ന് അദ്ദേഹം ഈ ഒരു സ്പീഡ് കൂട്ടിയ സമയത്ത് അദ്ദേഹം 24 മിനിറ്റ് മുമ്പേ അദ്ദേഹം എന്ത് ചെയ്തു? എത്തി. അതായത് ഈ ഒരു 9/5 സ്പീഡിലോട്ട് മാറ്റിയത് കൊണ്ട് അദ്ദേഹത്തിന് എത്ര ടൈം അവിടെ ലാഭിക്കാൻ വേണ്ടി കഴിഞ്ഞു? 24 മിനിറ്റ് അദ്ദേഹത്തിന് ലാഭിക്കാൻ വേണ്ടി കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദി ടൈം ടേക്കൺ ബൈ ടു റീച്ച് ഹിസ് ഓഫീസ് വിത്ത് യൂഷ്വൽ സ്പീഡ്. അദ്ദേഹത്തിന്റെ നോർമൽ സ്പീഡ്, അതായത് ഓർഡിനറി സ്പീഡ് വെച്ചിട്ട് അദ്ദേഹത്തിന് എത്ര സമയം വേണ്ടിയിരുന്നു ഓഫീസിൽ എത്താൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ്. ഒക്കെ വളരെ ഈസി ആയിട്ട് നമുക്കിത് റേഷ്യോ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അതായത് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത്, നമുക്കറിയാം ഇവിടെ ഡിസ്റ്റൻസ് എന്താണ്? സെയിം ആണ് അല്ലെ? യൂഷ്വൽ സ്പീഡിൽ പോയാലും അദ്ദേഹം നോർമൽ സ്പീഡിൽ പോയാലും ഇനി സ്പീഡ് കൂട്ടി പോയാലും ഒക്കെ അദ്ദേഹത്തിന്റെ വീടും അദ്ദേഹത്തിന്റെ ഓഫീസും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒക്കെ എന്താണ്? സെയിം ആണ്. ഇപ്പൊ ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആണ്. എന്താണ്? ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയുള്ള കേസിൽ സ്പീഡും അതുപോലെ തന്നെ ടൈമും എന്തായിരിക്കും? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഈ ഒരു കൺസെപ്റ്റ് ആണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത്. വളരെ ഈസി ആയിട്ട് ഈ കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. റേഷ്യോ ഉപയോഗിച്ചിട്ട് ആ ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ജസ്റ്റ് സ്പീഡിന്റെ റേഷ്യോ നോക്കിക്കോ. ന്യൂ എന്ന് ഉദ്ദേശിക്കുന്ന അദ്ദേഹത്തിന്റെ പുതിയ സ്പീഡാണ്. മറ്റേത് യൂഷ്വൽ എന്ന് ഞാൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, സ്പീഡ് ഞാൻ ലെഫ്റ്റിൽ കൊടുക്കാം. സ്പീഡിന്റെ റേഷ്യോ എത്രയാണ്? ന്യൂ 9 ആണെങ്കിൽ അദ്ദേഹത്തിന്റെ യൂഷ്വൽ എന്തായിരിക്കും? 5 ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടൈമിന്റെ റേഷ്യോ എന്ത് ചെയ്യും? നേരെ ഓപ്പോസിറ്റ് വരും. എന്താണ്? ടൈമിന്റെ റേഷ്യോ നോക്കിക്കോ.
ടൈം ന്യൂൽ എന്തായിരിക്കും 5 ആയിരിക്കും. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ യൂഷ്വൽ ടൈം എത്രയായിരിക്കും 9 ആയിരിക്കും. അപ്പോ ഈ ഒരു ലിങ്ക് അപ്പ് നിങ്ങൾക്ക് അറിയാന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ നിങ്ങൾക്കറിയാം അദ്ദേഹം ഇപ്പൊ സേവ് ചെയ്യുന്ന ടൈം എത്രയാണ് 24 മിനിറ്റ് ആണ് അല്ലെ. നമുക്ക് പറയാം ടൈമിന്റെ റേഷ്യോ അദ്ദേഹത്തിന്റെ ആദ്യത്തെ ടൈം 5x ആണ്. ഞാൻ ജസ്റ്റ് റിയൽ വാല്യൂലേക്ക് അതിനെ മാറ്റാണ്. ഓക്കെ, യൂഷ്വൽ ടൈം 9x ആണ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം സേവ് ചെയ്യുന്ന ടൈം എത്രയാണ് 24 മിനിറ്റ് ആണ്. നമുക്ക് കാണാനുള്ളത് എന്താണ് 9x ആണ്. കാരണം യൂഷ്വൽ ടൈം ആണ് നമുക്ക് കണ്ടെത്താനുള്ളത്. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് നോക്കിക്കോ 9x - 5x = 24 മിനിറ്റ്. മിനിറ്റ് ഞാൻ എഴുതുന്നില്ല. ഓക്കെ, 4x = 24 മിനിറ്റ്. അങ്ങനെയാണെങ്കിൽ x = 6 മിനിറ്റ് ആണ് അല്ലെ. x = 6 മിനിറ്റ് ആണ് നമുക്ക് കാണാനുള്ളത്. 9x ആണ്. അപ്പൊ 9 × 6 എന്ന് പറയുമ്പോൾ 54 മിനിറ്റ് ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ കൺസെപ്റ്റ് ആണ്. ഓക്കെ, വളരെ സിമ്പിളും ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് നോർമൽ നമ്മുടെ ടിപ്പിക്കൽ വാല്യൂ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു കൺസെപ്റ്റ് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈവൻ പെന്നും പേപ്പറും ഇല്ലാത്തതിന് ചിലപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം കൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പൊ എങ്ങനെയാണ് ആ റേഷ്യോന്റെ ഡിഫറൻസ് എടുത്തിട്ട് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ പോവാണ്. ദ വാല്യൂ ഓഫ് 43/3 - 3 + 1/3 minus 2 minus 1/2 minus 1/2 ഇതിന്റെ വാല്യൂ എത്രയാണെന്നുള്ളതാണ് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വാല്യൂ എത്രയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണാം. 3 + 1/, ഓക്കെ, 3 + 1/3 3 + 1/3 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു 3 + 1/3 വാല്യൂ ആണ് 3 + 1/3. 3 × 3 എത്രയാണ് 9 ആണ്. 9 + 1 10 ആണ്. 10/3 എന്ന് വരും. ഓക്കെ, 10/3 10/3. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, ജസ്റ്റ് റെസിപ്രോക്കൽ വരും അല്ലെ, 3/10 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് നോക്കിക്കോ, ഇവിടെ ഞാൻ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, താഴെ ഞാൻ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഡിനോമിനേറ്റർ ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ 30 + 3 എന്ന് പറയുമ്പോൾ 33 ആണ്. 33/10 എന്ന് വരും. ഈ ഒരു വാല്യൂ 33/10 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ആ 2 മൈനസ് എന്നുള്ള ആ ഒരു ബ്രാക്കറ്റിലെ വാല്യൂസ് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. എന്താ പറയുന്നത്, 2 - 1/2 ഓക്കെ, 2 - 1/2 നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഇവിടെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 2 - 1/4 - 1 3 ആണ്. ഓക്കെ, 3/2 വരും. 3/2 വരും. വീണ്ടും എന്ത് ചെയ്യാം, റെസിപ്രോക്കൽ എടുക്കുക, 2 - 2/3 വന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെയും നമുക്ക് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, താഴെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 6 - 2 4 ആണ്. 4/3 വന്നു. 4/3. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്കുള്ളത് ജസ്റ്റ് നോക്കാം, 43/3 - 33/10 - 4/3 ആണ്. ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ടേംസും നമുക്ക് വളരെ ഈസി ആയിട്ട് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഡിനോമിനേറ്റർ എന്താണ്, സെയിം ആണ്. അപ്പൊ 43 - 4 എന്ന് പറയുമ്പോൾ 39 ആണ്. 39/3 - 33/10 എന്ന് വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഒക്കെ ഡെസിമൽസ് ആണ് അല്ലെ, ഡെസിമൽ റിലേറ്റ് ചെയ്തിട്ടുള്ള വാല്യൂസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാം, ഫ്രാക്ഷൻ ചെയ്യാതെ തന്നെ ജസ്റ്റ് നമുക്ക് അതിന്റെ ഡെസിമൽ വാല്യൂ ഇവിടെ നിന്ന് എടുത്ത് പോയാലോ. ജസ്റ്റ് 39 ഓൾറെഡി എന്താണ് 3 കൊണ്ട് ഡിവിസിബിൾ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 39/3 എന്ന് പറയുമ്പോൾ 13 ആണ്. മൈനസ് 33/10 എന്ന് പറയുമ്പോൾ എത്രയാണ്, 3.3 ആണ്. അപ്പോ 13 നിന്ന് 3.3 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എത്ര വരും, 9.7 വരും. ഓക്കെ, ഓപ്ഷൻ 2 9.7 ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് നമ്മൾ വീണ്ടും കാണും. അതുവരേക്കും ബൈ.